ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ മഴയത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ ഒരമ്മയും സുഖമില്ലാത്തൊരു മോനൂടെ ഇങ്ങനെ മഴയായതുകൊണ്ട് ഒരിടത്ത് കയറി ഇരിക്കുക. അപ്പം ഞാൻ അവരോട് കാര്യം തിരക്കിയപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളൊന്ന് കേട്ട് നോക്കാം. ഞാനിവിടെ വന്ന് ഇന്നപ്പോൾ ഒരു മഴ സമയമായതിൻ്റെ പേരിൽ ഞാനൊരു കടയുടെ തിന്നയ്ക്ക് കയറി നിൽക്കും. എൻ്റെ വയ്യാത്ത മോന് വേണ്ടി ഞാൻ പിരിവിന് വേണ്ടി വന്നതാ. ഞങ്ങൾക്ക് ഒരു നിവർത്തിയിൽ എൻ്റെ കുഞ്ഞിൻ്റെ തലച്ചോറിനകത്ത് ബ്ലഡ് ക്ലോട്ടിങ് ആയി. അതൊരു മുഴ പോലെ വന്നിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക, ചെവിയിൽ കൂടെ പഴുപ്പെടുക്കുക. അവനെ ചികിത്സിക്കാൻ എനിക്ക് യാതൊരു മാർഗവും ഇല്ല. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരുടെ അടുത്ത്, MLA അടുത്തായാലും പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തായാലും എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ ഞങ്ങളായിരുന്നു വിഷമിക്കുക. അതുകൊണ്ട് ഞാൻ ഈ കാർഡും പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മഴയത്ത് ഇവിടെ നിന്ന് ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക. ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ഈ നിങ്ങൾ കാണുന്ന ആൾക്കാർ ഞങ്ങളെ ഒന്ന് സഹായിച്ചാൽ അത്രയും നല്ലത്. സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കുന്നു. ആരെങ്കിലും ഒക്കെ തരുന്നത് ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ ഞങ്ങൾ ഇന്ന് ഈ നിൽക്കുന്നത്. മോന് എന്തുവാ അമ്മേ, അസുഖം എന്തുവാ? മോന് തലച്ചോറിനകത്ത് ബ്ലഡ് ക്ലോട്ടിങ് ആയിട്ട് അത് പരിശോധിച്ചപ്പം ചെവിന് പഴുപ്പെടുക്കുക. അത് തലേന്ന് ചെറിയ ചെറിയ മുഴകൾ വന്നിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക. അതിനൊന്ന് കൊണ്ട് സ്കാൻ ചെയ്യാനോ അവനെ ഒന്ന് കൊണ്ട് ഡോക്ടറെ ഒന്ന് കാണിക്കാനോ എനിക്ക് ഒരു നിവർത്തിയില്ല. ആരും എന്നെ സഹായിക്കാനുമില്ല. എൻ്റെ മിത്രങ്ങൾക്ക് പോലും നിവർത്തിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ആർക്കും ഞങ്ങളെ സഹായിക്കാൻ പോലും പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ല. ഞങ്ങളൊരു അലയുക കിടന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി പോലും തീർന്നിട്ടില്ല. വീട് തറയൊന്നും ഇട്ടിട്ടില്ല. ഈ പ്രാവശ്യം വെള്ളം കയറി ഞങ്ങൾ പഞ്ചായത്ത്, ഞങ്ങൾ ഇവിടെ ക്യാമ്പിലായിരുന്നു. അവിടുന്ന് വന്ന് എനിക്ക് ഷുഗർ കൂടി, എനിക്ക് ഇൻസുലിനൊക്കെ എടുക്കേണ്ട ആളായിരുന്നു. എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഷുഗർ കൂടി, എനിക്ക് കണ്ണിനും മങ്ങലായി. പിന്നെ ഞാനിപ്പം ചികിത്സയിലാണ്. എനിക്ക് അതിനും ചികിത്സിക്കാൻ പോലും എനിക്കിപ്പം പറ്റുന്നില്ല. എൻ്റെ 2 കാലിന് സുഖമില്ലാത്ത ആളാണ്. എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് വേദന, എനിക്ക് മുട്ടിന് കാലിന് വളവുണ്ട്. ആ വളവും വെച്ചുകൊണ്ട് ഞാൻ ഒരേ ദിവസം എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾ കിടന്നും പറയുന്ന ആരെങ്കിലും ഞങ്ങളെ സഹായിച്ച അത്രയും നമുക്കറിയാതെ. വീട് എവിടാ അമ്മയുടെ? എന്റെ വീട് തഴവ കുറ്റിപ്പുറം അമ്പലമുക്കെന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. അമ്മ അപ്പൊ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നതാണോ? ഞാൻ അത്രയും ഇവിടുന്ന് ദൂരെ പോയി ഞാൻ ഇതുപോലെ പിരിവെടുത്താൽ ഞങ്ങൾ ഒരു നേരം ആഹാരമായാലും കഴിക്കുന്നതിന്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാനും എനിക്ക് മരുന്ന് വേണം, എൻ്റെ ഭർത്താവിനും മരുന്ന് വേണം. ഞങ്ങൾ 3 പേരും രോഗികളാണ്. ഞങ്ങളെ ആരും ഒന്നും സഹായിക്കുന്ന പോലും ഇല്ല. മോൻ എത്ര നാളായി ഇങ്ങനൊക്കെ തുടങ്ങിയിട്ട്? മോനിപ്പോ 2 വർഷം കൊണ്ടാണ് ഇങ്ങനെ ആയത്. മറ്റേ അവൻ വികലാംഗനാ, കൈക്കും കാലിനും സ്വാധീനം ഇല്ലാത്ത മോനാ. സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കുക. അവന് ചില സമയം ഇന്നലെ മറിഞ്ഞു വീണ്, കുഞ്ഞിന് വല്ലാതെ മറിഞ്ഞു വീണതാ, കാലൊക്കെ പൊട്ടിയിരിക്കുക. അങ്ങനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. മോനും മരുന്നിനും ഒന്നും ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഞങ്ങൾ നടന്നു കിടന്ന് കഷ്ടപ്പെടുക. ഞങ്ങൾ ഈ മഴയെല്ലാം കൊണ്ട്. അമ്മ വളരെ ദൂരത്തുനിന്നാ വന്നേക്കുന്ന. അമ്മ കരുനാഗപ്പള്ളിന്ന് ഇവിടെ വന്നേക്കുന്നത് അല്ലേ? ഞാൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ കായംകുളം, ഇവിടെ കാക്കനാട് റെയിൽവേ കോസ്റ്റിന്റെ ഭാഗത്തായിട്ടാ അമ്മയിപ്പം. അമ്മയ്ക്ക് അപ്പം കഴിയാവുന്നത്ര സഹായം. ഞാനിവിടെ ഞാൻ രാവിലെ ജോലിക്ക് പോയ സമയത്ത് ഈ അമ്മ ഈ വെയിലത്ത് ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടതാണ്. അന്നേരം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്തു. എങ്കിൽ പോലും തിരിച്ചു വന്നപ്പോഴും അവർ ഈ മഴയെ തിരിക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സഹിച്ചില്ല. ഒരു വീഡിയോ ആയിട്ട് ഇതെടുത്ത് അറിയാവുന്ന ഒരു 10 പേരെങ്കിലും അവരെ സഹായിച്ചോട്ടെ എന്ന് വെച്ചാൽ, നമുക്കല്ലാതെ സഹായിക്കാൻ നിവർത്തിയില്ല. എങ്കിലും ഒന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടാൽ ഇത് കാണും സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിവതും. നിങ്ങളുടെ അവിടെ മെമ്പറോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആരൊക്കെ ഉണ്ട്? മെമ്പറിൻ്റെ അടുത്തൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ വിളിച്ച് ഇപ്പം തന്നെ ഞാൻ ഒരു സഹായിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയാം, പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു കത്തൂടെ ഇട്ട് നിങ്ങൾ വെച്ചപ്പം മെമ്പർ പെട്ടെന്ന് കട്ട് ചെയ്ത്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ കേൾക്കത്തില്ല. എന്ത് പറഞ്ഞാലും എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും അയാളെ ഫസ്റ്റിലെ വിളിച്ച് പറഞ്ഞിട്ട് പോലും ആരൊന്നും കയറിയത് പോലുമില്ല. ഞങ്ങളുടെ വാർഡിൽ നിന്നും ജയിച്ചതിനെ കൊണ്ട് ഒന്നും ഞങ്ങൾക്ക് സഹായിച്ചു തരുന്നില്ല. ഞങ്ങൾക്ക് എന്ത് കാര്യവും പറഞ്ഞാലും അങ്ങനെ നിഷേധിച്ച് കളയുവാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും സഹായത്തിന് ആരുമില്ല.
മോനെ ഇപ്പൊ എവിടാ കാണിച്ചോണ്ടിരിക്കുന്നത്? കരുനാഗപ്പള്ളിയിലാ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അനൂപ് ഡോക്ടറെ കാണിച്ചോണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളിയില്. ഓപ്പറേഷൻ വേണേ വെല്ലൂർ കൊണ്ടുപോകണമെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞത്. അതിനൊന്നും ഞങ്ങൾക്ക് നിവർത്തിയില്ല. 15 ലക്ഷം രൂപ വേണം. ആ 15 ലക്ഷം രൂപ എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു നിവർത്തിയില്ല. ഞങ്ങൾ വെറും നിവർത്തിയിട്ട വീട്ടിലെയാ. നിവർത്തിയെന്ന് പറഞ്ഞില്ല. അത്ര ബുദ്ധിമുട്ട് ഞങ്ങൾ ജീവിക്കുന്നതാണ്. ഒരു നേരത്തെ ആഹാരത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെടുക. ആരോട് ഞങ്ങൾക്ക് പറയാനില്ല. അദ്ദേഹം കൂടെ ഉള്ളതാണോ? അമ്മ അപ്പം കാണുന്നവരൊക്കെ അമ്മ സഹായിക്കട്ടെ, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മോന് പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ മാറട്ടെ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അല്ലാതെ എനിക്കതിനകത്ത് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുത്തിടാം, നിങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാലോ എന്ന് തോന്നിയേട്ടാ. വലിയ യൂട്യൂബർ ഒന്നും അല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ നവതിയ ബ്ലോഗ് എന്നാ എൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ അമ്മയുടെ ഒരു സാഹചര്യം കണ്ടപ്പം എടുത്തിടാൻ തോന്നി, അതുകൊണ്ടാണ് വന്ന് ചെയ്യാം. ഇപ്പം ഈ അമ്മയ്ക്ക് കാലിന് പോലും വയ്യ, നടക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. വളവാണ്, വേദനയാണ്. ഈ മോനും അതുപോലെ, ഈ വയ്യാത്ത മോനും ഇത് ബക്കറ്റ് എടുത്തോണ്ട് നിൽക്കുന്ന കണ്ടപ്പോ വലിയ സങ്കടം തോന്നി. അതാ അമ്മയപ്പ എന്തായാലും സങ്കടപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ദൈവം തരും. അങ്ങനെ ഇപ്പം ഇന്നിപ്പന്നെ പോവാണോ? അങ്ങ് പോവാ. എങ്ങനെയാ വരുന്ന പോന്നൊക്കെ? ബസ്സിന് വരും. ഓ ശരി ശരി ശരി. വരും. ഓ ശരി. അതുകൊണ്ടൊക്കെ കഴിഞ്ഞു പോന്നു. നമുക്ക് ഒന്നും എടുക്കാൻ വിറ്റ് ചെലവാക്കാനോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല. കിടക്കാടം 3 സെന്റ് വസ്തുവുണ്ട്. പക്ഷെ അതിനകത്തൊരു വീട് ബ്ലോക്കിൽ തന്നിട്ട് വർഷങ്ങളോളമായി. അതിന്റെ തറയൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ ആ അഴുക്കിനകത്താണ് ഞങ്ങൾ കിടക്കുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. ആ വീടിന്റെ തറയൊന്നും ഇടാൻ വേണ്ടി നമ്മൾ ലോണിന് വെച്ചനൊക്കെ എനിക്ക് ബ്ലോക്കിൽ നിന്ന് ഇതുവരെ തന്നിട്ടില്ല. ഞാനത് പഞ്ചായത്ത് മെമ്പർ എടുത്ത് ഞങ്ങളെ MLA എടുത്ത് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ തിരുവഴി പോലും നോക്കും. അവിടുന്ന് ജയിച്ചു പോകാൻ ആ ഭാഗത്തോട്ട് ആരും കയറിയിട്ടില്ല. MLA വന്നിട്ടില്ല, പഞ്ചായത്ത് മെമ്പറും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ആരോട് പറയും? പിന്നെ ഞങ്ങൾക്ക് നിവർത്തി എന്ന് പറഞ്ഞ് ഇതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു നേരം ആഹാരം കഴിച്ചു കിടക്കണം. ഇവനെ നോക്കണം, ഇവന് മരുന്ന് കൊടുക്കണം. ഇവന് മരുന്ന് കൊടുത്തില്ല ഇവന് ജന്യൊക്കെ വരുന്ന കൊച്ചിനാ. നമുക്ക് അതും കൂടെ സങ്കടം വരും. അതുകൊണ്ട് ഞാൻ ഈ അധിക നാളായിട്ടില്ലേ തുടങ്ങിയിട്ടില്ലേ? ഇങ്ങനെ 2 വർഷമായി ഇപ്പം ഇതിങ്ങനെ ആയിട്ട്. അങ്ങോട്ട് മരുന്ന് പറ്റുന്ന ജന്യ വരുന്നോണ്ട് മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് ഡോക്ടർമാർക്ക് കുറ്റമല്ല. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. എന്തോന്ന് അറിയത്തില്ല. നമുക്ക് ഇങ്ങനെ മരുന്ന് കൊടുത്ത് അവന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ സന്തോഷമായിട്ട് ഇരുത്തെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവന് നമ്മളെ കൂടെ കൊണ്ട് നടക്കുക. വീട്ടിലാരും വേറെ ആരും ഇല്ല. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ചിറകിന്റെ വീട്ടിൽ അടുപ്പിച്ചോണ്ട് ഇങ്ങനെ നടക്കുക. എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ. അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായം അമ്മയ്ക്ക് ചെയ്യണം. എനിക്കിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തിടാനേ പറ്റത്തുള്ളൂ. എനിക്ക് കൂടുതൽ സഹായം ചെയ്യാൻ എനിക്കും പരിധികളുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന ഇതേ ഉള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാൻ തോന്നിയത്. ഈ അമ്മ രാവിലെ മുതൽ ഈ വെയിലത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് പോയ ഒരു വ്യക്തിയാണ്. അത് തിരിച്ചു വന്നപ്പോഴും ഇവർ ഈ മഴയത്ത് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാറിയിരിക്കുന്ന കണ്ടപ്പോൾ വിഷമം തോന്നി ശരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിടുന്നത്. അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ അമ്മയ്ക്ക് വേണ്ടിയും മകന് വേണ്ടിയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്ത് തരാം.